ശ്രീ ഗോകുൽ, ഇപ്പോൾ യുവരാജ് ഗോകുൽ, ഇപ്പോൾ ശശികലയുടെ പോസ്റ്റ് വരുന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോഴും മുനമ്പത്തെ വഖഫ് വിഷയത്തിലും പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഇസ്ലാമിക തീവ്രവാദികൾ പ്രകടനം നടത്തിയപ്പോഴും നിരവധി തവണ ക്രൈസ്തവ വിശ്വാസികളുടെ ആത്മാഭിമാനം വ്രണപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും കണ്ടിട്ടില്ലാത്ത മതനേതൃത്വങ്ങളുടെ ആർജവം ഇപ്പോൾ കേരളത്തിൽ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. അങ്ങനെയുള്ള ഭയത്തിൻ്റെ പാരമ്പര്യം പേറുന്നവർ ദേശീയ പ്രസ്ഥാനങ്ങളെ ഭയപ്പെടുത്താറായിട്ടില്ല. ഞങ്ങൾ ഇസ്ലാമിക ഭീകരവാദത്തിന് മുന്നിൽ മുട്ടിലിഴഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഏതാണ് ഈ ദേശീയ പ്രസ്ഥാനം എന്ന് മനസ്സിലാകുന്നില്ല. ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദത്തിന് മുന്നിൽ മുട്ടിലിഴഞ്ഞിട്ടില്ല എന്നുള്ള പ്രതികരണം ഇപ്പോൾ ഇവിടെ നടത്തുന്നതിൻ്റെ സാഹചര്യവും മനസ്സിലാകുന്നില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ആ പെൺകുട്ടികളെയും അവരുടെ സഹോദരനെയും അടിക്കാൻ ആയുന്നതും അതിനുശേഷം കോടതി വളപ്പിൽ നടന്ന ആക്രോശവും അതിനുശേഷം നടന്ന ആഹ്ലാദാരവും ഇതെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ദേശീയ പ്രസ്ഥാനം ഏതാണ് എന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് വിശ്വ ഹിന്ദു പരിഷത്താണ്. അപ്പോൾ സഭ ഒരു ക്രൈസ്തവ മത വിഭാഗത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഹൈന്ദവ വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ഇപ്പോൾ വിവിധ തരത്തിലുള്ള സഭകളുണ്ട്. ഒരു സഭയെ മറ്റൊരു സഭ അംഗീകരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന് എല്ലാ ഹിന്ദുക്കളും അംഗീകരിക്കണമെന്നില്ല. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് NSS ഒരു വിഭാഗം ഹിന്ദുക്കളുടെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. SNDP മറ്റൊരു വിഭാഗം ഹിന്ദുക്കളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് കുറച്ചുകൂടി വിശാലമായിട്ട് ഇന്ത്യ ഒട്ടുക്ക് ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള നിലപാടുണ്ടാവും. അവരുടെ അത് പറയേണ്ടതുണ്ടോ? കേട്ടില്ല. NSS അങ്ങനെ വർഗീയ പ്രസ്താവന നടത്തിയതായി അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? കേട്ടില്ല. NSS ഒരു വർഗീയ പ്രസ്താവന വർഗീയ പ്രസ്താവന മതേതര പ്രസ്താവന അല്ലല്ല ഇപ്പൊ വർഗീയ പ്രസ്താവനയ്ക്കും മതേതര പ്രസ്താവനയ്ക്കും ഒന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആൾക്കാരും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രസ്താവനകൾ അതാത് നേതൃത്വങ്ങൾക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും നടത്തുക. ഇപ്പൊ SNDP കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചിട്ട് സ്മൃതി തന്നെ വാദോരാതെ എത്രയോ ഡിബേറ്റിലിരുന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ അതിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് അവർക്ക് പറയുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ ഇപ്പോൾ കാണിക്കുന്ന ആർജവത്തെ പരിഹസിക്കുന്നുണ്ട് VHP. നിങ്ങളുടെ ഭാഗമാണല്ലോ, സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ VHPയും. അപ്പോൾ നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ അതോ തള്ളുകയാണോ? ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ അംഗീകരിക്കാനും തള്ളാനും കൊള്ളാനും ഒന്നും പോകേണ്ടെന്ന കാര്യമൊന്നുമില്ല. വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിപൂർണമായിട്ടും അവരുടെ ഭാഗം പറയുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അവരത് ഇന്നും പറയും, നാളെയും പറയും. ഒരു മടിയും ഇല്ലാതെ ആരെയും ഭയക്കാതെ അവർ പറയുകയും ചെയ്യും. അതിനൊന്നും ഇവിടെ ആരും തിരുത്താൻ പോകേണ്ട കാര്യമോ അതിനെ ഉൾക്കൊള്ളാൻ പോകേണ്ട കാര്യമോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരുടെ അഭിപ്രായം പറയുകയും അവരുടെ അഭിപ്രായം അവിടെ ചെയ്യുകയും നിയമം കയ്യിലെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതും തെറ്റല്ല എന്നൊരു അഭിപ്രായം BJPക്കുണ്ടോ? അല്ല, ഇപ്പോൾ ഒരു പ്രദേശത്ത് പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഛത്തീസ്ഗഡ് പോലുള്ളൊരു പ്രദേശത്ത് മതപരിവർത്തന നിരോധന നിയമം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ മതപരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നൊരു ആരോപണം ഒരു ഭാഗത്തുനിന്ന് വരുന്ന സമയം കംപ്ലീറ്റ് ചെയ്യട്ടെ സ്മൃതി, ഓടാതെ ഞാൻ പറയട്ടെ, തീർക്കട്ടെ. നിങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ ഉത്തരം പറയാൻ സമ്മതിക്കുക എന്നെ ഉത്തരം പറയാൻ സമ്മതിക്കാതെ ചോദ്യത്തിന്റെ പുറത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു തീർക്കാൻ പാടില്ല എന്ന് സ്മൃതിക്ക് എന്തോ നിർബന്ധമുണ്ട്. ആ നിർബന്ധമൊക്കെ എനിക്ക് മനസ്സിലാവും. നമ്മൾ കുറെ നാളായില്ല ഈ പരിപാടി തുടങ്ങിയിട്ട്, നമ്മൾ പരസ്പരം ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പൊ ഞാൻ പറഞ്ഞു തീർത്തോളൂ. ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് പറഞ്ഞാണ് എന്നെ പറഞ്ഞു തീർക്കാൻ അനുവദിക്കുക. ഓക്കെ. അപ്പോൾ അവിടെ നിൽക്കുന്ന മറ്റ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇവർ നിയമം കയ്യിലെടുത്തു എന്നുള്ള തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരും തിരിച്ചഭിപ്രായം പറയുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അവർക്ക് പ്രതിഷേധിക്കാനോ ഉള്ള അവകാശത്തെ നമുക്ക് പോയി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇന്ത്യയിൽ എല്ലാവർക്കും പ്രതിഷേധിക്കുവാനും ഇന്ത്യയിൽ എല്ലാവർക്കും അഭിപ്രായം പറയുവാനും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താനും സ്വാതന്ത്ര്യമുണ്ടെന്ന് അത് നാളെയും ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്തൊന്നും ഇപ്പോൾ ആർക്കും പോയിട്ട് തടയാനൊന്നും കഴിയില്ല. യുവരാജ് ഗോകുൽ, ഛത്തീസ്ഗഡിലെ മതസ്വാതന്ത്ര്യ നിയമം പറയുന്നത് എന്താണ്? അങ്ങൊന്ന് വിശദീകരിക്കാമോ? ഛത്തീസ്ഗഡിലെ മതസ്വാതന്ത്ര്യ നിയമമൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് വേറെ തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് മധ്യപ്രദേശിൽ നിന്ന് മാറി ഛത്തീസ്ഗഡ് ആകുന്ന സമയത്ത്
ശരി, 1967 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനത്ത് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നത്. അത് ഒഡീഷയിലാണ്, അത് കോൺഗ്രസ് സർക്കാരാണ് കൊണ്ടുവരുന്നത്. മധ്യപ്രദേശിലും അത് കാലങ്ങളോളം, എനിക്ക് തോന്നുന്നു 1968 മുതൽ എന്തോ നിൽക്കുന്നുണ്ട്. അത് മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാരായിരുന്ന സമയത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പിന്നെ മധ്യപ്രദേശ് മാറിയിട്ട് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് അജിത് ജോഗിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്, അവിടെ ആദ്യം ഭരണത്തിൽ വന്നിരിക്കുന്നത്. അവരും അപ്പോൾ അവിടെ മതപരിവർത്തന നിരോധന നിയമം തുടരാൻ തന്നെയാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത്. ആ നിയമം തന്നെയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുന്നു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ നിയമത്തിന്റെ വഴിക്ക് പോകും. ശരി, അല്ലല്ല, നിയമത്തിന്റെ വഴിക്കല്ലല്ലോ പോകുന്നത്. നിയമം ആര് കൊണ്ടുവരുന്നു, ആരാണ് നടപ്പാക്കുന്നതൊക്കെ പ്രശ്നമാണല്ലോ. നിയമം നടപ്പാക്കാൻ ബജ്രംഗ് ദളിനെ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. തെറ്റിദ്ധരിപ്പിക്കൽ, പ്രലോഭനം, ഭീഷണി, അനാവശ്യ സ്വാധീനം, അല്ലല്ല യുവരാജ് ഗോകുൽ, നമ്മൾ ബജ്രംഗ് ദളിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ അക്ഷമനാക്കാതിരിക്കൂ. തെറ്റിദ്ധരിപ്പിക്കൽ, പ്രലോഭനം, ഭീഷണി, അനാവശ്യ സ്വാധീനം, നിർബന്ധം, വിവാഹം, വഞ്ചനാപര മാർഗങ്ങൾ എന്നിവയിലൂടെ മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതാണ് നിർബന്ധിത മതപരിവർത്തനം. ഇവിടെ അതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ പറയുന്ന പെൺകുട്ടികൾ CSI സഭയിൽ നിന്നുള്ളവരാണ്. മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനമുണ്ടോ? അവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഞങ്ങളെ നിർബന്ധിച്ചിട്ടില്ല, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ്. അവർക്ക് ജീവിക്കാനുള്ള അതീവ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്നും ജീവിക്കാനുള്ള ഒരു വക കണ്ടെത്താനുള്ള സാഹചര്യം ഒരുങ്ങിയപ്പോഴാണ് അതിന് തടയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെവിടെയാണ് നിർബന്ധിതം നടന്നിരിക്കുന്നത്? അവർ ഒന്നാമത് ക്രിസ്ത്യൻസ് ആണ്, പിന്നെ എങ്ങനെയാണോ മതപരിവർത്തനം നടക്കുക? രണ്ടാമത്തെ കാര്യം, അവർ 18 വയസ്സ് കഴിഞ്ഞവരാണ്. അവരെ തട്ടിക്കൊണ്ടുപോകുന്ന എന്ന രീതിയിലേക്ക് ആ വകുപ്പ് മാറ്റുന്നു. ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ എങ്ങനെയാണ് ചുമത്തിയത്? അത് അവിടെ ബജ്രംഗ് ദൾ പറഞ്ഞതിനനുസരിച്ച് നിർബന്ധിതമായി രേഖകളിൽ ഒപ്പിടിച്ചു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരികയാണ്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുക? അപ്പുറത്ത് ഭീഷണി നമ്മൾ കാണുകയാണല്ലോ, ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണല്ലോ യുവരാജ് ഗോകുൽ. 3 ചോദ്യങ്ങളാണ്, അല്ലല്ല സ്മൃതി, 3 ചോദ്യങ്ങളാണ് ചോദിച്ചാൽ 3 ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഞാൻ മറുപടി പറയാം. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ ദിവസം TTE ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞത് എൻ്റെ അനുവാദം ഇല്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നത്, എനിക്ക് ഇഷ്ടമില്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെന്നാണ് ആദ്യം ഞാൻ മനസ്സിലാക്കുന്നത്. അവരെന്ത് ഭയന്ന് മാറ്റി? അല്ലല്ല, അവിടെ TTEയോട് അവർ ആദ്യം പറഞ്ഞിരിക്കുന്ന മൊഴി അനുസരിച്ചിട്ട് എൻ്റെ താല്പര്യമില്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് അവർ ഈ പറയുന്ന മൊഴി മാറ്റി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആദ്യത്തെ ഒറിജിനൽ മൊഴി എന്ന് പറയുന്നത് എൻ്റെ താല്പര്യമില്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് ഒന്നാമത്തെ മൊഴി. ഇനി അത് നിർബന്ധിച്ച് പറഞ്ഞോ, രണ്ടാമത്തതാണോ നിർബന്ധിച്ച് പറഞ്ഞത്, അത് കോടതി തീരുമാനിക്കട്ടെ, നമ്മൾ ഇവിടുന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം സ്മൃതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യൻസ് ആണ് എന്ന് പറഞ്ഞാലല്ലേ, കംപ്ലീറ്റ് ചെയ്യട്ടെ, ഓടാതെ സ്മൃതി. അവർ ക്രിസ്ത്യൻസ് ആണ് എന്ന് പറഞ്ഞു. അവരുടെ അത് തെളിയിക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയോ ആരെങ്കിലും എവിടെയെങ്കിലും? സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കംപ്ലീറ്റ് ചെയ്യട്ടെ. അവരുടെ ID കാർഡോ അത് ബജ്രംഗ് ദളിനെയാണോ കാണിക്കേണ്ടത് യുവരാജ് ഗോകുൽ? അല്ല, യാത്ര പോയിട്ട് 7 ദിവസം ആയില്ലേ സ്മൃതി? യാത്ര പോയിട്ട് 7 ദിവസം ആയില്ലേ സ്മൃതി? അവരുടെ ID കാർഡ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ? അവരുടെ ജാതിയോ മതമോ തെളിയിക്കുന്ന തരത്തിലുള്ള ID കാർഡ് ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ? 7 ദിവസം ആയില്ലേ? അല്ലല്ല, അവരുടെ ടിക്കറ്റും കടലാസുകളും കന്യാസ്ത്രീകളുടെ പക്കൽ, അല്ല, കന്യാസ്ത്രീകളുടെ പക്കലുണ്ടെങ്കിൽ ശരി, അവരുടെ ആധാർ കാർഡോ അവരുടെ ID കാർഡോ എന്തെങ്കിലും ഒന്ന് കാണിച്ചു. ആധാർ കാർഡോ ID കാർഡോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചാനലുകളിലൂടെ കാണിക്കാമല്ലോ. അല്ല, നിങ്ങളെ പോലുള്ള ചാനലുകൾ 24 മണിക്കൂർ അക്ഷമയാകാതിരിക്കൂ സ്മൃതി. ഉത്തരം മുട്ടുമ്പോൾ അക്ഷമരാകാതിരിക്കൂ സ്മൃതി. ഉത്തരം മുട്ടുമ്പോൾ അക്ഷമയാകാതിരിക്കൂ. 7 ദിവസമായിട്ട് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അവരുടെ ID കാർഡ് എന്തെങ്കിലും പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നിങ്ങൾ അതിന് ഇത്ര അക്ഷമയാകേണ്ട കാര്യമൊന്നുമില്ല. അവര് 18 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ 18 അത് മനസ്സിലാവുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങോട്ടേക്ക് ഒരു ചോദ്യം വന്നപ്പോൾ സ്മൃതി ഇങ്ങനെ കിടന്ന് ബേളം വയ്ക്കാതിരിക്കും. ഞാൻ മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയട്ടെ. മൂന്നാമത്തെ പോയിന്റ് സ്മൃതി പറഞ്ഞു ഒരു 18 വയസ്സ് കഴിഞ്ഞു. ശരി, എവിടെ ID കാർഡ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്, അവരുടെ ഏജ് തെളിയിക്കുന്ന. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് മാതാപിതാക്കളുടെ സമ്മതപത്രമുണ്ട് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്മൃതി, 18 വയസ്സ് കഴിഞ്ഞ് ഒരാൾക്ക് മറ്റൊരിടത്തുനിന്ന് ഒരിടത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തിനാണ് മാതാപിതാക്കളുടെ സമ്മതപത്രം? അല്ല, അവിടെ ആര് ചോദിക്കുന്നു? അല്ല, സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ചോദിക്കേണ്ടി വരും.
മനസ്സിലായില്ല, കേട്ടില്ല. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നിയമവാഴ്ചയല്ലേ? അവരാണ് നിയമം നിശ്ചയിക്കുന്നത്, അവരാണ് ആരെങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിക്കുന്നത്, അവരാണ് ആരെന്ത് പ്രാർത്ഥിക്കണമെന്ന് നിശ്ചയിക്കുന്നത്, അവരാണ് എന്ത് വസ്ത്രം ധരിച്ചിറങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. കന്യാസ്ത്രീകളെ വേഷം ഇട്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് പറഞ്ഞത് അവിടുത്തെ പുരോഹിതരാണ്. അവിടുത്തെ എന്നിട്ട് അവര് ഇപ്പൊ വേഷം ധരിച്ചിട്ടല്ലേ നടക്കുന്നത്? വേഷം ധരിക്കാണ്ടാണോ നടക്കുന്നത്? എനിക്കറിയാം. വേഷം ധരിച്ചിട്ട് നേരെ അഴിക്കുള്ളിലായവരെ കുറിച്ചാണ് സാർ നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത്. വേഷം ധരിച്ചിട്ടൊക്കെ തന്നെയാണ് നടക്കുന്നത്. എന്റെ അറിവിൽ അഴികൾക്കുള്ളിൽ കിടക്കുന്ന അല്ല, നമ്മളിവിടെ ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ആ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഐഡന്റിറ്റി കാർഡോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ചിത്രം വ്യക്തമായല്ലോ. കന്യാസ്ത്രീകൾക്കാണ് തെറ്റുപറ്റിയത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ഇവർക്കാണ് ചായ സൽക്കാരം കൊടുക്കാൻ പോകുന്നത്. ഫാദർ ഫിലിപ്പ് 7:30 ചായ സൽക്കാരം കൊടുക്കാൻ പോകുന്ന ഇവർക്കാണ്. സ്മൃതി, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2009 മാത്രം 1433 പെൺകുട്ടികളെയാണ് അവിടെ നിന്ന് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷം മാത്രം എനിക്ക് തോന്നുന്നു 80 സിവിലിയൻസ് എന്തോ ആണ് അവിടെ ഈ പറയുന്ന നക്സൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് ഛത്തീസ്ഗഡിലെ വിഷയം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും നക്സൽ ബാധിത മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരാവുമ്പോൾ തീർച്ചയായിട്ടും ജനക്കൂട്ടം വിജിലന്റ് ആവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ആ സാഹചര്യങ്ങളെ പോയി വൃത്തികേടാക്കിയത് നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമങ്ങളാണ്. നിങ്ങൾ അവിടെ ആക്രോശിക്കുന്നവരെയാണ് ജനക്കൂട്ടം എന്ന് പറയുന്നത്. ആക്രോശിക്കുന്നവരാണ് അവിടെ തീരുമാനമെടുക്കുന്നത്. യുവരാജ് ഗോകുൽ അവരാണ് തീരുമാനമെടുക്കുന്നത്. ഈ കന്യാസ്ത്രീകളുടെ ജോലി എന്താണ് അവിടെ? അങ്ങേക്ക് അറിയാമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്മൃതിയും നമ്മുടെ ശിവദാസൻ എംപിയും കൂടെ തുടക്കം മുതൽ ഇരുന്ന് കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്തു വന്നല്ലോ. അല്ലല്ല, ഞാൻ പറയട്ടെ, സ്മൃതിയും ശിവദാസൻ എംപിയും കൂടി തുടക്കം മുതൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആ സംഭവം ഉണ്ടായി, ഈ സംഭവം ഉണ്ടായി എന്നൊക്കെ ചർച്ച ചെയ്തു വന്നല്ലോ. ഒരു തവണയെങ്കിലും പാൽഘാറിലെ 2 ഹിന്ദു സന്യാസിമാരെ CPM-ന്റെ MLA ഉള്ള സ്ഥലമാണ് ജനക്കൂട്ടം തല്ലിക്കൊന്നതിന്റെ സംഭവം നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ പറയില്ല. കാരണം നിങ്ങൾ സെലക്റ്റീവാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അവിടെ കേരളത്തിൽ മധു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ആദിവാസി ചെറുപ്പക്കാരനെ ജനക്കൂട്ടം വളഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇവിടെ ജനക്കൂട്ടം തല്ലുന്ന സാഹചര്യം ഒന്നും ഉണ്ടായില്ലല്ലോ. ആ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുക അല്ലെങ്കിൽ റെയിൽവേ പോലീസിനോട് പരാതി പറയുന്ന സാഹചര്യമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ചർച്ച ചെയ്യാതിരുന്നിട്ടില്ലല്ലോ. അന്ന് ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് അത് പറയാൻ വേണ്ടിയിട്ട് ഭയമാണ്. നിങ്ങൾ ആ വഴിക്ക് പോകാനേ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളും പറയും. പക്ഷേ പാൽഘാറിൽ ആ 2 ഹിന്ദു സന്യാസിമാരുടെ ഇപ്പൊ നോക്കൂ. നിങ്ങൾക്ക് അത്രേ ഉള്ളൂ നിങ്ങളുടെ സുതാര്യത എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള ധൈര്യമൊന്നും നിങ്ങൾക്ക് ഇല്ലാന്നേ. ശരി, ഞങ്ങളുടെ ധൈര്യം അങ്ങനെയാണെങ്കിൽ അങ്ങ് അങ്ങനെ വിലയിരുത്തിക്കോളൂ, അങ്ങ് മാർക്കിട്ടോളൂ, കുഴപ്പമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.